വിനീഷ്യസ് ജൂനിയറിന്റെ ഇരട്ട ഗോൾ ഇടിമിന്നൽ. സ്കോട്ട്ലൻഡ് തകർന്നു വീണു. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് നെയ്മർ വീണ്ടും ബ്രസീൽ ജേഴ്സിയിൽ. ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുമ്പോൾ എതിരാളികൾക്ക് ബ്രസീലിന്റെ ശക്തമായ മുന്നറിയിപ്പ്. കിരീടം തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ കളത്തിലുണ്ട്. 5 തവണ ലോക ചാമ്പ്യന്മാരായ കാനറിയുടെ കാഹളം എതിരാളികളുടെ നെഞ്ചിടിപ്പേറ്റുമെന്ന് തീർച്ച. ലോകകപ്പ് ഗ്രൂപ്പ് സിയിലെ നിർണായക പോരാട്ടത്തിൽ സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കീഴടക്കിയാണ് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തത്. മത്സരം ആരംഭിച്ച് 7 മിനിറ്റ് പിന്നിട്ടപ്പോൾ തന്നെ ബ്രസീലിന്റെ പോരാട്ട വീര്യം സ്കോട്ട് ബോർഡിൽ മിന്നിത്തെളിഞ്ഞു. സ്കോട്ട്ലൻഡ് പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത വിനീഷ്യസ് ജൂനിയർ കൃത്യമായ ഫിനിഷിലൂടെ ഗോൾ വല കുലുക്കി. ആദ്യ പകുതിയുടെ അധിക സമയത്ത് ഹെഡറിലൂടെ വീണ്ടും ലക്ഷ്യം കണ്ട താരം ബ്രസീലിന് ഇരട്ട ലീഡ് സമ്മാനിച്ചു. രണ്ടാം പകുതിയിലും ബ്രസീലിന്റെ ആക്രമണത്തിന്റെ വേഗം കുറച്ചില്ല. പന്തടക്കത്തിലും മുന്നേറ്റത്തിലും സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സാംബ സംഘം മത്തയൂസ് കുൻഹയുടെ ഗോളിലൂടെ വിജയത്തിന് 3ാം ഗോളിന്റെ തിലകം ചാർത്തി. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ സ്കോട്ട് ബോർഡിൽ ബ്രസീലിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ തിരക്കഥ. ബ്രസീൽ 3, സ്കോട്ട്ലൻഡ് 0. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല മത്സരത്തിലെ ഏറ്റവും വലിയ ആഘോഷ നിമിഷം. പരിക്കിനെ തുടർന്ന് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മർ വീണ്ടും ദേശീയ ടീമിനായി കളത്തിലിറങ്ങി. പകരക്കാരനായി എത്തിയ താരത്തെ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്നാണ് വരവേറ്റത്. കളിച്ച ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നെയ്മർ തൻ്റെ ക്ലാസും സൃഷ്ടിപരതയും പ്രകടമാക്കി. അതേസമയം ലോകകപ്പിൽ സ്വാധീനം കൂടുതൽ അടയാളപ്പെടുത്തുകയാണ് വിനീഷ്യസ് ജൂനിയർ. വേഗവും ട്രിബിളിങ്ങും ഫിനിഷിങ്ങും ചേർന്ന സമ്പൂർണ്ണ ആധിപത്യം. ബ്രസീലിന്റെ അറ്റാക്കിംഗ് മുഖമായി വിനീഷ്യസ് മാറിക്കഴിഞ്ഞു. 7 പോയിന്റുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ സാംബ താളത്തിനും വേഗമേറുകയാണ്. നെയ്മറിന്റെ തിരിച്ചുവരവും വിനീഷ്യസിന്റെ തകർപ്പൻ ഫോമും ചേർന്ന് ബ്രസീലിനെ കിരീട പോരാട്ടത്തിലെ ഏറ്റവും ശക്തമായ ടീമുകളൊന്നാക്കി മാറ്റുന്ന സൂചനകളാണ് ലോകകപ്പ് വേദിയിൽ കാണുന്നത്.